Hello students, now we are going to see the last section of nets, which is called a subnet. We know something which is similar to subnet, restriction. When we have studied about cofinal sets and eventual sets, we have restricted us to F or E. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. S restricted to F, S restricted to E. അത് S തന്നെയാണ്. നമ്മൾ ആ പറയുന്ന സെറ്റിലേക്ക് മാത്രമേ വാല്യൂസിനെ പരിഗണിക്കുന്നുള്ളൂ എന്നാണ്. അതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പുതിയൊരു ഐഡിയ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. സബ്നെറ്റ് എന്ന് പറയുന്നത് അതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. എസ് ഫ്രം ഡി ടു എക്സ് ആൻഡ് ടി ഫ്രം ഇ ടു എക്സ് ആർ ടു നെറ്റ്സ്. ഇത് രണ്ടും നെറ്റ്സ് ആണ്. ദെൻ ടി ഈസ് സെറ്റ് ടു ബി എ സബ്നെറ്റ് ഓഫ് എസ്. സബ് ആകണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ സബ്സെറ്റ് ഓഫ് ഡി എന്നായിരുന്നു പെട്ടെന്ന് തോന്നിയത്. സബ്സെറ്റ് അല്ലെങ്കിലും ഇയും ഡിയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ആൻഡ് ദ റിലേഷൻ ഈസ് ഗിവൺ ഇൻ ടേംസ് ഓഫ് എ ഫംഗ്ഷൻ. There exists a function n from e to d. ഈ സബ്സെറ്റ് ഓഫ് ടി ആകണമെന്ന നമ്മുടെ ആഗ്രഹം പോലെ n എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, n ഫ്രം e to d, സച്ച് ദാറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്? ടിയെ നമുക്ക് എസ്സിൽ നിന്ന് കിട്ടണം. റെസ്ട്രിക്ഷൻ ആയപ്പോഴും അങ്ങനെ കിട്ടിയെന്നല്ലേ, എസിൻ്റെ വാല്യൂസ് ഉപയോഗിച്ച് ടിയെ എഴുതാൻ പറ്റി. അപ്പോൾ ടിയെ എങ്ങനെ കിട്ടും? ടി സബ്നെറ്റാന്ന് പറയണമെങ്കിൽ ടിയെ എസ്സിൽ നിന്ന് എങ്ങനെ കിട്ടും എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ടി ഈക്വൽ ടു എസ്സിൽ നിന്ന് കിട്ടും. അതിനുവേണ്ടിയാണ് എന്നും കൂടെ പറഞ്ഞത്. ടി ഈക്വൽ ടു എസ് കോമ്പോസിഷൻ എൻ. ഇനി രണ്ടാമതൊരു കണ്ടീഷനും കൂടെ ഉണ്ട്. ഡിയിൽ നിന്ന് നമ്മൾ ആരെ പരിഗണിച്ചാലും ഫോർ ഓൾ എൻ എലമെൻ്റ് ഓഫ് ഡി, ഡിയിൽ നിന്ന് നമ്മൾ ആരെ എടുത്താലും ഫോർ ഓൾ എൻ എലമെൻ്റ് ഓഫ് ഡി ആരെ എടുത്താലും ദെയർ എക്സിസ്റ്റ് പി എലമെൻ്റ് ഓഫ് ഇ. ഇയിൽ സബ്നെറ്റ് പറഞ്ഞവിടുത്തെ ഡൊമൈനിൽ പി എലമെൻ്റ് ഓഫ് ഇ സച്ച് ദാറ്റ് for all m greater than or equal to p, for all m greater than or equal to p, for all m element of e, n of m എന്ന് പറഞ്ഞാൽ n from e to d, n of m എന്ന് പറഞ്ഞപ്പോൾ ഡിയിലെയാണ്. n of m greater than or equal to ഡിയിൽ നമ്മൾ പരിഗണിച്ചിരുന്ന for all n element of ഡിയിൽ നമ്മൾ പറയുന്നു ആ എന്നേക്കാൾ വലുതായിരിക്കും. അപ്പോൾ ഡിന്ന് ആരെ എടുത്താലും ഇയിൽ ഒരു സ്റ്റേജ് കഴിഞ്ഞ മുഴുവൻ ആൾക്കാരും ആരാ? എമ്മുകളാണ്. എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി. അവരുടെ ഇമേജ് വിത്ത് റെസ്പെക്ട് ടു എൻ ഓഫ് എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ആണ്. നമുക്ക് സബ്നെറ്റ് പഠിക്കാൻ ഈ രണ്ട് കണ്ടീഷൻസ് പഠിച്ചാൽ മതി. ടി ഫ്രം ഇ ടു എക്സ് ഈസ് സെറ്റ് ടു ബി എ സബ്നെറ്റ് ഓഫ് എസ് ഫ്രം ഡി ടു എക്സ് ഇഫ് ദർ എക്സിസ്റ്റ് എ ഫംഗ്ഷൻ എൻ ഫ്രം ഇ ടു ഡി സച്ച് ദാറ്റ് ടി ഈക്വൽ ടു എസ് കോമ്പോസിഷൻ എൻ ആൻഡ് ഫോർ ഓൾ എൻ എലമെന്റ് ഓഫ് ഡി there exists p element of e such that for all m element of e with m greater than or equal to p, n of m greater than or equal to the given n element of d. d എന്ന് എടുക്കുന്ന അതിനേക്കാളും n of m പിയിൽ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ മുഴുവൻ പോയിന്റ്സിൻ്റെ ഇമേജ് ഡിയിലെ ഇതിനേക്കാളും വലുത്. അങ്ങനെ ഒരെണ്ണം കണ്ടുപിടിക്കണം, അത്രേ ഉള്ളൂ. എല്ലാത്തിനും വേണ്ട. ഇയിൽ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്റ്റേജ് കണ്ടുപിടിക്കാൻ പറ്റിയാൽ മതി. ഇയിൽ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ മുഴുവൻ ടേംസിൻ്റെയും ഇമേജസ് നമ്മളെടുത്തതിനേക്കാളും വലുതായിരിക്കും. അങ്ങനെയല്ല, എൻ ഓഫ് എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ എന്നായിട്ടിരിക്കും. ദാറ്റ് ഈസ് എ ഐഡിയ ഓഫ് സബ്നെറ്റ്. ദെൻ ദർ ഈസ് എ നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് എ സബ്നെറ്റ് ദാറ്റ് ഈസ് സ്റ്റേറ്റഡ് ആസ് എ തിയറം. ഇതാണ് നമ്മുടെ തിയറം. എസ് ഫ്രം ഡി ടു എക്സ് ഈസ് എ നെറ്റ് ഇൻ എ ടോപ്പോളജിക്കൽ സ്പേസ് ആൻഡ് എക്സ് എലമെന്റ് ഓഫ് എക്സ്. ദെൻ X is a cluster point of S if and only if there exists a subnet of S which converges to X element of X. ഇപ്പോൾ ഒരു പോയിന്റ് ക്ലസ്റ്റർ പോയിന്റ് ആകുന്നതിന് സബ്നെറ്റിൻ്റെ ടേംസിലുള്ള നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷനാണ് ഇത്. ക്ലസ്റ്റർ പോയിന്റിനാണ് പ്രാധാന്യം കൂടുതലെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കോൺവേഴ്സ് പാർട്ടാണ് ആദ്യം പ്രൂവ് ചെയ്യുന്നത്. സപ്പോസ് ദാറ്റ് there exists a subnet of S which converges to, അങ്ങനെ ഒരെണ്ണം ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് പേര് വിളിക്കാം. Let T be a subnet of S which converges to X element of S. Subnet, അപ്പോൾ അതിനൊരു ഡൊമൈൻ വേണം. T from E to X, subnet of S converging to subnet of S which converges to X element of X, converges to X element of X. T ആണ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്ന എസിൻ്റെ സബ്നെറ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് സബ്നെറ്റിൻ്റെ കണ്ടീഷൻ ഉണ്ടല്ലോ. there exists n element of there exists n from e to d such that t equal to s composition n and for all n element of d there exists p element of e such that for all m element of
E, m greater than or equal to p implies n of m greater than or equal to n. ഈ സബ്നെറ്റ് ആകുമ്പോൾ സബ്നെറ്റിൻ്റെ ഈ കണ്ടീഷൻസ് നമുക്കുണ്ട് എന്നുള്ളത് ഓർക്കുക. എന്നാണ് സബ്നെറ്റിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് വിചാരിക്കുക. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? എക്സ് ഈസ് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എക്സ്. അതറിയാൻ എന്നാ എടുക്കുന്നത്? നെയ്ബർഹുഡ്. എക്സ് ക്ലസ്റ്റർ പോയിന്റ് ആണോ എന്നറിയാൻ എക്സിൻ്റെ നെയ്ബർഹുഡ്. യു ബി എനി നെയ്ബർഹുഡ് ഓഫ് എക്സ്. എക്സിൻ്റെ നെയ്ബർഹുഡ് യു നമ്മളെടുക്കുന്നു. പിന്നെ യു മാത്രമല്ല, ക്ലസ്റ്റർ പോയിന്റ് ആണോ എന്നറിയാൻ എല്ലാ എമ്മിനും ശരിയാവണം. അപ്പോൾ ഇവിടെ ഒരു എമ്മിൻ്റെ കാര്യം വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തതിനെ M1 എന്ന് വിളിക്കാം. ആൻഡ് ലെറ്റ് M1 ഡിയിലെ എല്ലാ പോയിന്റ്സിനും ശരിയാവണം. ഡിയിലെ എല്ലാ പോയിന്റ്സിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ M ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ സബ്നെറ്റിൻ്റെ അകത്ത് M വരുന്നതുകൊണ്ട് M1 ഇതിനെ വിളിക്കുന്നു. ആൻഡ് ലെറ്റ് M1 എലമെന്റ് ഓഫ് ഡി ബി ഗിവൺ. ഇത്രയും തന്നു എന്ന് വിചാരിക്കുക. എന്നിട്ട് ക്ലസ്റ്റർ പോയിന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്നാ വേണ്ടേ? ഡിയിലെ വേറൊരു പോയിന്റ് M1നേക്കാൾ വലുതായിട്ടുണ്ട്. ആരുടെ ക്ലസ്റ്റർ പോയിന്റ്? എസിൻ്റെ ക്ലസ്റ്റർ പോയിന്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എസ് എൻ യുവിലാകുന്നത് പോലെ n ഉണ്ട് എന്നാണ്, M1നേക്കാൾ വലിയ n ഉണ്ട് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനിപ്പോൾ സബ്നെറ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സബ്നെറ്റ് എന്നുള്ള ഐഡിയ ഉപയോഗിക്കാം. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? പി എലമെന്റ് ഓഫ് ഇ. സബ്നെറ്റിൻ്റെ അകത്ത് നിന്ന് there exists p element of E such that for all m element of E, for all m element of E, m greater than or equal to p, അത് ഇത് തന്നെയാണ്, m greater than or equal to p implies t subnet of S എന്നുള്ളതാണ്. n of m greater than or equal to, n of m greater than or equal to ഏത് m element of n element of d എടുത്താലും for all n element of d സബ്നെറ്റിൻ്റെ കണ്ടീഷൻ ഉണ്ട്. ഇപ്പം നമ്മളൊരു m1 element of d എല്ലാ ഡിയിലെ എലമെൻസിനും ഉണ്ട്. ഇപ്പം നമ്മൾ ഈ ആവശ്യത്തിലേക്ക് എടുത്ത ക്ലസ്റ്റർ പോയിന്റിൻ്റെ ആവശ്യത്തിലേക്ക് എടുത്ത M1ഉം ഡിയിലെ എലമെൻ്റ് ആണ്. അപ്പോൾ n of m greater than or equal to n എഴുതുന്നത് പോലെ തന്നെ ഡിയിലെ ഏത് പോയിന്റിനും എഴുതാം. n of m greater than or equal to m1 ആകുന്നത് പോലെയും സബ്നെറ്റിൻ്റെ കണ്ടീഷനിൽ രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് എഴുതാം. ഇനി ടി കൺവേർജസ് ടു എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ സബ്നെറ്റിൻ്റെ ഐഡിയയാണ്. ടി കൺവേർജസ് ടു എക്സ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ടി ഫ്രം ഇ ടു എക്സ് ആണ് കൺവേർജൻസ്. അതുകൊണ്ട് there exists a point in E, so a Q element of E such that കൺവേർജൻസ് ആണ്. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ മുഴുവനും there exists Q element of E such that for all m element of E, ഇയിലെ ജനറൽ പോയിന്റ്സിൻ്റെ പേര് m എന്നാണ് നമ്മൾ വിളിക്കുക. അതൊരു നൊട്ടേഷൻ മാത്രമാണ്, പർട്ടിക്കുലറായിട്ട് ഫിക്സ് ചെയ്ത പോയിന്റ് ഒന്നും അല്ല. ഫോർ ഓൾ m element of E, m greater than or equal to Q കൺവേർജൻസ് പറയാനാണ്. എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നേരത്തെ, പക്ഷേ ഇവിടെ ഇയിലായതുകൊണ്ട് m ഉപയോഗിക്കുന്നു. there exists m element of E such that m greater than or equal, അല്ല, for all m element of E, there exists Q element of E such that for all m element of E, m greater than or equal to Q implies T of m element of U. T എക്സിലേക്ക് കൺവേർട്ട് ചെയ്യും. എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന നെയ്ബർഹുഡാണ്, എക്സിൻ്റെ നെയ്ബർഹുഡാണ് U. അപ്പോൾ T of m ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ മുഴുവനും, സ്റ്റേജ് Q ആണ്, ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ മുഴുവനും ഇയിലെ ടേംസിനെ നമ്മൾ m ഉപയോഗിച്ചാണ്, ഇയിലെ പോയിന്റ്സിനെ നമ്മൾ m ഉപയോഗിച്ച് എഴുതുന്നത്. അപ്പോൾ Q കഴിഞ്ഞത്തെ m ആണെങ്കിൽ T of m യുവിലായിരിക്കും. ഇനി T of m എന്ന് പറയുന്നത് T S കോമ്പോസിഷൻ n ആണ്. അതുകൊണ്ട് S കോമ്പോസിഷൻ n ഓഫ് m, T of m ന് പകരം S കോമ്പോസിഷൻ n ഓഫ് m എലമെന്റ് ഓഫ് U എന്നും നമുക്ക് എഴുതാം. ഇനി m എലമെന്റ് ഓഫ് E നമ്മൾ ഫിക്സ് ചെയ്തിട്ടൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യാൻ പോവാണ്. ചൂസ് m എലമെന്റ് ഓഫ് E. എന്ന് നമ്മൾ m എടുക്കുമ്പം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. m Pയേക്കാൾ വലുതായിട്ടും സെലക്ട് ചെയ്യണം, m Qയേക്കാൾ വലുതായിട്ടും സെലക്ട് ചെയ്യണം. m greater than or equal to Pയും m greater than or equal to Qയും സാറ്റിസ്ഫൈ ചെയ്യുന്നത് പോലെ m എലമെന്റ് ഓഫ് E സെലക്ട് ചെയ്യുക. And let us denote and write n of m ന് n എഴുതുക. and let n equal to n of m. നമ്മൾ നേരത്തെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന n of m ഇല്ലേ, n of m ന്, ഈ n of m ന് നമ്മൾ n എന്ന് പേരും കൂടി വിളിക്കുന്നു. അപ്പോൾ സെലക്ഷനിൽ m Pയേക്കാളും Qനേക്കാളും വലുതായിട്ട് സെലക്ട് ചെയ്യുക,
എൻ ഓഫ് എമ്മിനെ എൻ എന്ന് വിളിക്കുക. എൻ ഓഫ് എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു M1 ഉണ്ട്. അപ്പോൾ നമ്മൾ വിളിച്ച n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു M1 എന്ന് നമുക്ക് എഴുതാം. n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു M1 എഴുതാം. ഇനി Sn അപ്പോൾ എവിടെയായിരിക്കും? n ഓഫ് എം അല്ലേ? എസ് കോമ്പോസിഷൻ n ഓഫ് എം എലമെന്റ് ഓഫ് യു ഇംപ്ലൈസ് s ഓഫ് n ഓഫ് എം എന്നല്ലേ? എലമെന്റ് ഓഫ് യു എന്നല്ലേ? n ഓഫ് എമ്മിനെ ഞാൻ n എന്നിപ്പോൾ വിളിച്ചെങ്കിൽ ആൻഡ് Sn എലമെന്റ് ഓഫ് യു എന്ന് നമുക്ക് ഇതിൽ നിന്ന് എഴുതാം. Sn എലമെന്റ് ഓഫ് യു എന്നുമായി. അപ്പോൾ M1 ഡിയിലെ ഏത് ആർബിട്രറി മെമ്പർ ആണെങ്കിലും നമുക്കെന്ത് കിട്ടി? n എവിടുന്ന n ഓഫ് എം എന്ന് വിളിച്ചതാണ്. അത് എവിടത്തെയാ? n ഈസ് എ ഫംഗ്ഷൻ ഫ്രം E to D. ഇപ്പോൾ ഡിയിലെയാണ്. n എലമെന്റ് ഓഫ് D. ദിസ് ഈസ് എ മെമ്പർ ഓഫ് D. There exists n element of D such that Sn element of U. Sn element of U. U be any neighborhood of X and let M1 element of D be given. Then there exists n element of D such that M1-നേക്കാളും വലുത് ഏത് M1 element of D എടുത്താലും അതിനേക്കാൾ വലിയ n-നെ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. n element of D n greater than or equal to M1 and Sn element of U. അപ്പോൾ അതാണ് ഏത് ഓപ്പൺ സെറ്റ് എടുത്താലും ഏത് ഡിയിലെ പോയിന്റ് എടുത്താലും ആ പോയിന്റിനേക്കാൾ വലിയൊരു സ്ഥലത്ത് Sn എലമെന്റ് ഓഫ് യു എന്ന് കിട്ടി. സോ എക്സ് ഈസ് എക്സിന്റെ നെയ്ബർഹുഡ് എടുത്ത് എക്സ് ഈസ് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് Sn എലമെന്റ് ഓഫ് യു നമ്മൾ പറഞ്ഞ് ഓഫ് എസ്. എക്സ് ഈസ് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എസ്. ഇങ്ങനെ തിയറത്തിന്റെ ഒരു പാർട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. സബ്നെറ്റിന്റെ കണ്ടീഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതെല്ലാ ഡി മെമ്പേഴ്സിനും സബ്നെറ്റിന്റെ രണ്ടാമത്തെ കണ്ടീഷൻ ഉണ്ട്. നമ്മളിപ്പം ക്ലസ്റ്റർ പോയിന്റ് പറയാൻ വേണ്ടി ഒരു നെയ്ബർഹുഡും ഡിയിൽ M1 ഇത് M എന്നുള്ളത് ഇവിടെ ഒരു വേരിയബിളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. ഇതും വേരിയബിളാണ്. ഡിയിൽ ഏതൊരു പോയിന്റിനെയും ഈ കാര്യത്തിന് റെപ്രസെന്റ് ചെയ്യാൻ M1 എടുത്തു. അപ്പോൾ ഡിയിലെ എല്ലാ മെമ്പേഴ്സിനും ഈ രണ്ടാമത്തെ കണ്ടീഷൻ ശരിയാണ്. ഡിയിലെ n-ന് ശരിയാവുന്ന പോലെ ഡിയിലെ M1-ന് ശരിയാവുന്നതായിട്ട് നമ്മൾ എഴുതി. പിന്നെ T കൺവേർജസ് ടു എക്സ്. T അന്നേരം E to x ആണ്. അപ്പോൾ അവിടെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ മുഴുവൻ ടൈംസും നമ്മളെടുത്ത ഓപ്പൺ സെറ്റ് യുവിലായിരിക്കും എന്നുള്ളത് ഉപയോഗിച്ചു. പിന്നെ T സബ്നെറ്റ് ആയതുകൊണ്ട് കോമ്പോസിഷൻ n ഉപയോഗിക്കുന്നു. n ഓഫ് എമ്മിനെ n എന്ന് വിളിക്കുന്നു. n ഓഫ് എം ഡിയിലെ പോയിന്റ് ആണ്. അങ്ങനെ നമുക്ക് ഡിയിലെ പോയിന്റ് കിട്ടി. n എലമെന്റ് ഓഫ് ഡി. പിന്നെ നമ്മൾ m എലമെന്റ് ഓഫ് ഡി എടുക്കുമ്പോൾ P-യേക്കാളും Q-യേക്കാളും വലുതായിട്ട് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നാലേ ഈ കണ്ടീഷൻസ് ഒക്കെ ഫോളോ ചെയ്യത്തുള്ളൂ. P-യേക്കാൾ വലിയ പോയിന്റ്സിനും Q-യേക്കാൾ വലിയ പോയിന്റ്സിനുമാണ് നമ്മൾ S ഓഫ് n ഓഫ് എം എലമെന്റ് ഓഫ് യു എന്ന് പറയുന്നത് Tm എലമെന്റ് ഓഫ് യു. അത് m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു Qനും ഉള്ളൂ. Nm ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു M1 വരണമെങ്കിൽ അത് m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു Pയിലേ ഉള്ളൂ. അതുകൊണ്ടാണ് P-യേക്കാളും Q-യേക്കാളും വലിയ പോയിന്റ്സിനെ ഇയിൽ നിന്ന് m ആയിട്ട് പരിഗണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഡിയിൽ n-നെ കിട്ടും Sn എലമെന്റ് ഓഫ് യു ആകുന്ന തരത്തിൽ. ഏത് M1 തന്നാലും അതിനേക്കാൾ വലുതാകുന്ന തരത്തിൽ Sn element of U കിട്ടി. So X is a cluster point of S. That is the first part of the theorem. You can see the second part in another video.